കർത്താവ് എല്ലാവരെയും ഇങ്ങനെ പിടിക്കുന്ന ആളാണ്. കർത്താവിന് എങ്ങനെയെങ്കിലും ഒരു എൻട്രി കിട്ടണം. അപ്പൊ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഖനനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു മാർഗം കണ്ടെത്തിയെന്ന് വെച്ചാൽ 2018 കുട്ടനാട് ഫ്ലഡ് വന്നു. കുട്ടനാട് എപ്പോഴും ഫ്ലഡ് വരും. കുട്ടനാട്ടിലെ ഫ്ലഡ് കുറയ്ക്കാൻ വേണ്ടി തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ മാറ്റുക, മണൽ ഖനനമില്ല, മണൽ മാറ്റുക, സേവനം. അങ്ങനെ അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഗുണം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ വേറെ ആലപ്പുഴ ഖനനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 16 പെർമിറ്റ് വേണം. അതായത് അറ്റോമിക് എനർജിയുടെ പെർമിറ്റ് വേണം, കാരണം ഇത് അറ്റോമിക് എനർജി ഉണ്ട്. മൈനിങ് പെർമിറ്റ് വേണം, തീരദേശ സംരക്ഷണ നിയമം പാലിക്കണം, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. പിന്നെ പരിസ്ഥിതി മറ്റു നിയമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും വേണ്ട. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിയമം പാലിക്കേണ്ട. അവിടെ മൈനിങ് നിയമം വേണ്ട, തീരദേശ നിയമം വേണ്ട, ആറ്റോമിക് എനർജി ആക്ട് വേണ്ട. അപ്പൊ എന്ത് ചെയ്യുന്ന ഇത് അങ്ങ് മാറ്റുക. അപ്പൊ തോട്ടപ്പള്ളിയിൽ വെള്ളം പോകാൻ ഗുണമുണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് വന്നത്. അന്ന് തന്നെ തോട്ടപ്പള്ളിക്കാർ പറഞ്ഞു ഇതിലൊരു കുഴപ്പമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഇതെടുത്തു കഴിഞ്ഞാൽ തോട്ടപ്പള്ളി ഇടിയും, പുറക്കാട് ഇടിയും, രണ്ടു വശവും. ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ രണ്ടു വശവും ഇടിയും. അങ്ങനെ വന്നാൽ ഇത് കേടാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ പറ്റില്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണം. അന്ന് ആളുകൾക്ക് ഇതിന്റെ കളി മനസ്സിലായില്ല. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേരിൽ അവിടെ നിന്ന് എടുക്കുന്ന കരിമണൽ വലിയ തോതിൽ അവിടെ നിന്ന് കൊണ്ടുപോകണം. ഇത് എവിടേക്കാ കൊണ്ടുപോകണമെന്ന് അറിയാം. ഇത് കൊണ്ടുപോകാൻ ഇതുവരെ പെർമിറ്റ് ഇല്ല. യഥാർത്ഥത്തിൽ മൈനിങ് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മളൊരു മൈനിങ് സാധനം കൊണ്ടുപോകണമെങ്കിൽ ഇത് അവിടെ നിന്ന് മാറ്റണം. അതാണ് ഞങ്ങൾ മാറ്റുക. അങ്ങനെ മാറ്റി ഇത് കൊണ്ടുപോയി ഇത് കർത്താവിന്റെ കമ്പനിയിൽ പല റൂട്ടുകൾ വഴി എത്തിച്ചിരുന്നു. ഇതാണ് കഥ. ഇതിനൊരു കണക്കില്ല. അപ്പൊ മറ്റു ഖനനാണ് ഈ കണക്കുണ്ട്, ഇതിനൊരു കണക്കില്ല. ഇതിന് കാശ് അങ്ങോട്ട് കൊടുക്കുക, കാരണം ഇത് മാറ്റിയിട്ട് മണ്ണ് കൊണ്ടുപോട്ടെ. അതിന് കാശ് കൊടുത്ത് മണ്ണും കൊണ്ട് പോകണം. അപ്പൊ സർക്കാരിന്റെ പൈസ, സർക്കാരിന്റെ മണ്ണ്, നാട്ടുകാരുടെ പ്രശ്നം. ഇതിനെതിരെ അവിടെ ശക്തമായ സമരം കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്.